ഖസാക്കിൻ്റെയും ധർമ്മപുരാണത്തിൻ്റെയും മധുരം ഗായത്രിയുടെയും ഒക്കെ തമ്പുരാൻ OV വിജയൻ. തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിൽ നിന്നും കൊഴിഞ്ഞാമ്പാറ ബസ്സിൽ കയറി ഞങ്ങൾ പുതുനഗരം എന്നയിടത്തിലെത്തി. ഊണ് കഴിച്ച് പാലക്കാട് ബസ്സിൽ കയറുമ്പോൾ ഏറെ നാളായി മോഹിപ്പിച്ച തസ്രാക്ക് ഇന്ന് കയ്യെത്തും ദൂരത്താണെന്നത് ഏറെ ഉത്സാഹം പകർന്നു. രവിയെ കൊത്തിയ സർപ്പം പോലെ പടർന്നു കയറിയ വള്ളികളുള്ള വലിയ ആൽമരത്തിന് ചുവട്ടിൽ ബസ്സിറങ്ങുമ്പോൾ വെറുതെ ഒരിക്കൽ കൂടി അയാൾ അവിടെ നിൽക്കുന്നത് പോലൊരു തോന്നൽ. OV വിജയൻ വരച്ച കാർട്ടൂണുകൾ, അദ്ദേഹത്തിൻ്റെ ഓർമ്മചിത്രങ്ങൾ, ലൈവ് തിയേറ്റർ എന്നിവ ഒരുക്കിയ OV താമസിച്ച പഴയ കെട്ടിടത്തെ കടന്ന് നടക്കുമ്പോൾ പ്രശസ്തരായ ശില്പികൾ ഒരുക്കിയ ജീവൻ തുടിക്കുന്ന ശില്പങ്ങൾ കാണാം. പുറകിലുള്ള കെട്ടിടത്തിൽ ഖസാക്കിൻ്റെ ഇതിഹാസ നിറങ്ങളിൽ ചാലിച്ചു വരച്ചിരിക്കുന്ന OV പലർക്കയച്ച കത്തുകളുടെ ശേഖരം. പ്രണയത്തിനും സ്നേഹത്തിനും വായനയ്ക്കുമിടയിൽ എവിടെയോ മൗനത്തിലായി കഴിയുന്ന കത്തുകൾ. കുറേ ഉപകഥകളിലൂടെ, കുറേ മനുഷ്യരുടെ ജീവിതങ്ങളിലൂടെ ഒരു ഗ്രാമത്തിൻ്റെ കഥ ഇതിഹാസമായി തീർന്ന കഥയാണ് ചിത്രങ്ങൾക്കും വരകൾക്കും മെല്ലെ വീശുന്ന കാറ്റിനും പാടുന്ന കിളികൾക്കും അവിടെ പറയാനുള്ളത്. സ്ഥലത്തെ പ്രമാണിയായ ശിവരാമൻ നായരുടെ ഞാറ്റുപുരയിൽ ആരംഭിച്ച ഏകാധ്യാപക വിദ്യാലയത്തിലെ അധ്യാപകനായി എത്തുന്ന രവി ആ ഗ്രാമത്തിലെ നാഗരികതയുടെ ശിലാസ്ഥാപകനാവുകയാണ്. മാധവൻ നായർ, കുപ്പുവച്ചൻ, അപ്പുക്കിളി, മൊല്ലാക്ക, അയാളുടെ മകൾ മൈമുന, നൈജാമലി എല്ലാവരും ഒളിഞ്ഞും തെളിഞ്ഞും ചെവിയിലോളം ഊതുന്ന കഥകൾ. മൊല്ലാക്ക വളർത്തിയ അനാഥനായ നൈജാമലി മൊല്ലാക്കയുടെ മകളും അതിസുന്ദരിയുമായ മൈമുനയെ പ്രണയിച്ചതും മൊല്ലാക്ക മൈമുനയെ മൂങ്ങാങ്കോഴി എന്ന മൈമുനയേക്കാൾ പ്രായമേറെ ചെന്ന രണ്ടാം കെട്ടുകാരന് വിവാഹം കഴിച്ചു കൊടുത്തതും അതിൽ പ്രതിഷേധിച്ച് നൈജാമലി വിപ്ലവകാരിയും കമ്മ്യൂണിസ്റ്റുമൊക്കെയായ ചരിത്രം ഖസാക്കിൻ്റെ പല കഥകളിൽ ഒന്നാണ്. രോഗിയായ അച്ഛൻ്റെ രണ്ടാം ഭാര്യയുമായി ഗമനത്തിൽ ഏർപ്പെട്ട കുറ്റബോധ നിമിത്തം മദ്രാശിയിലെ ബിരുദ പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് പാപമോചനാർത്ഥം പല നാടുകളിൽ അലഞ്ഞ് ഒടുവിൽ ഖസാക്കിൽ എത്തിച്ചേർന്നതാണ് രവി. മൈമുനയിലേക്കും കേശിയിലേക്കും വിദ്യാഭ്യാസകാലത്തെ കാമുകിയായ പത്മ, തൻ്റെ വിദ്യാർത്ഥിനിയായ ബാല്യത്തിൻ്റെ അവസാന പടവിലെത്തിയ കുഞ്ഞാമിന, ഓരോ രതിക്ക് ശേഷവും വർദ്ധിതമായ പാപചിന്തകളോടെ രവി ജീവിതത്തെ നോക്കിക്കാണുന്നു. മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും ഭൂതങ്ങളും മിത്തുകളുമെല്ലാം കൂടി വിലക്കുകളില്ലാതെ സ്വൈരവിഹാരം നടത്തുന്ന ഒരിടം വിജയൻ സ്വപ്നം കണ്ട ഖസാക്ക് ശ്വസിക്കുകയാണ്. വികാരങ്ങൾക്ക് താക്കോലുണ്ടെന്നും അത് പൂട്ടി സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം പെണ്ണിനാണെന്നുമുള്ള പുരുഷാധിപത്യങ്ങൾക്കെതിരായ ആധുനിക വായനയെ ആ ഗ്രാമം പിടിച്ചുലച്ചതിൽ തെറ്റില്ല. ഖസാക്കിൻ്റെ ഇതിഹാസത്തിനും അപ്പുറം ഖസാക്കിലെ സ്മാരകം നമ്മോട് പറയുന്ന കഥകൾ ഏറെയാണ്. തസ്രാക്ക് വിട്ടു പോരുമ്പോൾ യാത്രയാക്കാൻ മനസ്സില്ലാതെ മൈമുനയും നൈജാമലിയും അപ്പുക്കിളിയും കുഞ്ഞാമിനെയും ഏറെ ദൂരം എന്നെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. രവിയിൽ ഒതുങ്ങി നിന്ന് ഒന്നല്ല ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന് ഇതിഹാസത്തെ നാടകമാക്കിയ ദീപൻ ശിവരാമൻ പറയുന്നു. അത് ഒട്ടും അതിശയോക്തിയായി എനിക്ക് അനുഭവപ്പെട്ടതേയില്ല.